അടുക്കള ജോലി എളുപ്പമാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇപ്പോൾ വീട്ടമ്മമാരായ നമ്മൾ എല്ലാവർക്കും അടുക്കള ജോലി തന്നെയാണ് വളരെയധികം വിഷമിപ്പിക്കാറുള്ള ഒരു കാര്യം തന്നെ. അടുക്കള ജോലിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതും അടുക്കളയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെയധികം ഉപകാരപ്പെടുന്നത് തന്നെയാണ്. നമ്മൾ ബുക്കിൻ്റെ താളുകളിൽ എഴുതി വെച്ച് ഒരു ദിവസം നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പണ്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മുത്തശ്ശിമാരാണെങ്കിലും ഒക്കെ ചെയ്തിരുന്നത് ബുക്കുകളുടെ താളുകളിൽ എഴുതി വെച്ചിട്ടല്ല, അതിൽ എഴുതി വെക്കും ഇന്നതാവണം എന്ന് എഴുതി വെച്ചല്ല അവരാരും ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ തിരക്കുകൾ ഇല്ലായിരുന്നു. എല്ലാ ജോലികളും നല്ല രീതിയിൽ നടക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ ആരോഗ്യമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷവും അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ അമ്മമാരെയും അല്ലെങ്കിൽ മുത്തശ്ശിമാരെയൊക്കെ ഒന്ന് നമ്മളെടുത്ത് നോക്കിയാൽ മതി, അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊക്കെ ഇന്നതൊക്കെ മാറി ജനറേഷൻ്റെ അനുസരിച്ച് നമ്മൾ എന്തോ ചെയ്യും, ബുക്കിൽ എഴുതി വെക്കുമ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, രാവിലെ ഇന്ന ചെയ്യണം, ഉച്ചയ്ക്ക് ഇത്ര ചോറ് വെക്കണം, ഇത്ര കറി വെക്കണം എന്നൊക്കെ എഴുതി വെക്കും. ചിലപ്പോൾ അതേ രീതിയിൽ തന്നെ നടക്കണം എന്നില്ല. നമ്മളൊരു മെനുവിലല്ല നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അതേ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു പാഠപുസ്തകത്തിൽ ഒതുക്കി വെക്കുന്നതല്ല അടുക്കള എന്ന് പറയുന്നത്. അതൊരു വിശാലമായ ഒരു രീതിയാണ്. നമുക്ക് ചിലപ്പോൾ ഉള്ള കഴിവുകളെയാണ് നമ്മൾ ആഹാരത്തിലൂടെ പ്രസൻറ്റ് ചെയ്ത് നമ്മൾ ഒരാളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് അതൊരു ബുക്കിൻ്റെ താളുകളിൽ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് ലൈഫിന് നേടാനായിട്ട് കഴിയില്ല. ഞാനീ പറയുന്ന കാര്യം എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ലൈഫ് എങ്ങനെ ഞാൻ ഒരു ജോലി ചെയ്യുന്നതും എത്ര പേർക്ക് ഞാൻ ആഹാരം ഉണ്ടാക്കി കൊടുത്താലും എനിക്കൊരു ബോറായിട്ട് തോന്നാത്തൊരു കാര്യമാണ് അടുക്കള ജീവിതം. അടുക്കളയിൽ നിന്ന് പാചകങ്ങൾ ഉണ്ടാക്കുന്നതും അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും ഒന്നും എനിക്കൊരു ബോറായിട്ട് മാറിയിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിന് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന നമ്മുടെ യുവതലമുറകൾക്കും ഇതൊരു ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള കാലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു നല്ലൊരു കുടുംബിനി ആകണമെങ്കിൽ അവൾ രാത്രിയിൽ കിടന്ന് തന്നെ മനസ്സിനകത്ത് ഇന്നത് ചെയ്യണം എന്ന് ചിന്തിച്ച് വെക്കും. അവളാണ് യഥാർത്ഥ കുടുംബിനി എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാത്രിയിൽ തന്നെ എന്തൊക്കെ ചെയ്യണം, രാവിലെ ഇന്നത് ചെയ്യണം, അങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ച് വെക്കും. അല്ലാതെ എൻ്റെ ഒരു ബുക്കിൽ എഴുതി വെച്ചൊരു ജീവിതം ഞാൻ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ മനസ്സിനകത്ത് രാത്രി കിടക്കുന്നതിന് മുന്നേ എല്ലാം ഒന്നും ഇത് ചെയ്യും. എന്നിട്ടാണ് ഞാനത് രാവിലത്തേക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നോക്കുകയുള്ളൂ. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഇന്നത് ചെയ്തു, ഇന്നത് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു, അതെല്ലാം ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം തീർക്കാറുള്ളത്. നമ്മളെല്ലാവർക്കും ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അവധി ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു 8 മണി വരെ കിടന്നുറങ്ങും. നമ്മൾ ഒരു കൃത്യനിഷ്ഠത പാലിക്കുക. കൃത്യനിഷ്ഠത എന്ന് പറയുന്നത് എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 5 മണി അല്ലെങ്കിൽ നിങ്ങളൊരു 6 മണി വരെയെങ്കിലും കിടന്നുറങ്ങുക. അതിനുശേഷം എണീറ്റ് യോഗ വ്യായാമങ്ങൾ എല്ലാം ചെയ്യുക. ഒരു വീട്ടമ്മയായ നമ്മൾക്ക് യോഗ വ്യായാമങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാനും നമുക്ക് യൗവനം നിലനിർത്താനും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ 5 മണിക്ക് അല്ലെങ്കിൽ 4:30 എണീറ്റ് നമസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങാതെ തന്നെ കുറച്ച് നേരം ഉറങ്ങും. നിങ്ങൾക്ക് ഒരു ക്ഷീണം മാറുന്നിടം വരെ. അതിനുശേഷം 5 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റ് നമ്മൾ വ്യായാമങ്ങളും വാക്കിങ്ങും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസം നല്ല രീതിയിൽ തുടങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ തുടങ്ങി നമ്മളൊരു ലൈഫ് തുടങ്ങുകയാണെങ്കിൽ, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലി ഭാരങ്ങൾ ഒരു പരിമിതി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. നേരെ എണീറ്റ് അടുക്കളയിലേക്ക് കയറി ജോലി ചെയ്യാൻ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ജോലി ഭാരം കൂടുതലായിട്ട് തോന്നുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ വ്യായാമങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അടുക്കളയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്
എത്ര തന്നെ ആണെങ്കിലും ഞാൻ ഒറ്റ കാര്യം പറയുന്നു, കൃത്യമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. എത്ര കുടുംബം ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കേണ്ടത് ഓരോ വീട്ടമ്മമാരുടെയും ആവശ്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ 7 മണിക്കുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ 8 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കുക. അല്ലാതെ അത് 10 മണിക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ കുറേ കാലം കഴിയുമ്പോൾ രോഗങ്ങൾക്ക് അടിമയായി മാറും. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യനിഷ്ഠത ലൈഫിന് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. നമ്മൾ ചെയ്യുന്നതിന് സ്മൂത്തായിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര തന്നെ ജോലി ഉണ്ടെങ്കിലും നമുക്കത് വലിയ ഭാരമായിട്ട് മാറില്ല. നമ്മൾ അതിനെ ഫാഷനായിട്ട് എടുക്കുക. ജോലി ഭാരം കൂടുതലായിട്ടാണ് അടുക്കള ജോലി എന്നുള്ളത് ചിന്തിക്കാതെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനും നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു ഇതാണ് കറികളുടെ ടേസ്റ്റ് കൂട്ടി എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നത്. അത് അടുക്കള ജോലി രാവിലേക്കുള്ളിൽ നമ്മളൊരു 12 മണിക്കുള്ളിൽ നമുക്ക് തീർക്കാൻ കഴിയും. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിക്കുള്ളിൽ തീർക്കുകയാണെങ്കിൽ 9 മണിയാകുമ്പോഴത്തേക്ക് ചോറിടുകയാണെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്ക് മീൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിളോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് തീർക്കാൻ കഴിയും. ഇപ്പം നിങ്ങളിൽ ഓരോരുത്തർ പറയുന്നു കുഞ്ഞുങ്ങൾ എണീറ്റ് വരാൻ താമസമാണ്. ശരിയാണ്, നമ്മളെ കണ്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടും അല്ലാത്ത ഒരു സമയത്താണെങ്കിലും അവധിയൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്തോ ചെയ്യും, കുഞ്ഞുങ്ങൾ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയും. ശരിയാണ്, കുറച്ച് ഉറങ്ങുന്നത് നല്ലതാണ്. അത് അവരുടെ ജീവിതത്തിലും അത് ദോഷകരമായിട്ട് ബാധിക്കും. കുഞ്ഞുങ്ങളെ രാവിലെ കുളിപ്പിക്കാനായിട്ട് നോക്കേണ്ടത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതെന്താണെന്ന് പറയാം, നമ്മളിപ്പോൾ കുളിക്കുന്ന ഒരു സമയം ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് വീട്ടമ്മമാർക്കും ജോലി കൂടുമ്പോഴത്തേക്ക് തുണി കഴുകണം, കുഞ്ഞുങ്ങൾ കുളിച്ചില്ല, അങ്ങനെ ആ ഒരു ദിവസം അവരുടെയും കൂടി പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ രാവിലത്തെ കുളി എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളുടെ കുളി രാവിലെ കുളിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മൈൻഡ് ഫ്രഷ് ആവും. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമാക്കി അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതാക്കാനായിട്ട് പറ്റും. കാരണം എൻ്റെ മക്കളെ ഞാൻ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും കുളിപ്പിക്കും. 7:30-8 മണിക്കുള്ളിൽ അവർ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവരുടെ ആ ഒരു ജീവിതം നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ വീട്ടമ്മമാരുടെ മെയിൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാതിരിക്കുക, അവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റാതിരിക്കുക, അതൊക്കെയാണ് അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് ആഹാരം കൊടുക്കുക, പിന്നെ കൂടാതെ തന്നെ അവരെ കുളിപ്പിക്കുക. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ജോലി ഒരുവിധം ഒതുങ്ങാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, അടുക്കള ജോലി ഒതുങ്ങിയാലും നമ്മുടെ വീട്ടിലെ ജോലി ഒതുങ്ങുന്നില്ല. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പെര തുടയ്ക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ അടുക്കള ജോലി കൂടുതലുള്ള ദിവസം നിങ്ങൾ എനിക്ക് അതും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി ചെയ്യുവാണെങ്കിലായിരിക്കും നിങ്ങൾക്കത് ജോലി ഭാരം കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ അടുക്കള ജോലി കുറവെന്നുള്ള ദിവസം നിങ്ങൾ പെരയും പരിസരവും ഒക്കെ നിങ്ങൾ വൃത്തിയാക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജോലി ഭാരം ഒരു പരിമിതി വരെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പം ബാത്റൂം ക്ലീനിങ്ങും ഒക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ എല്ലാത്തിനെയും കെട്ടുറപ്പ് എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്നാണ്. നമുക്കൊരാൾക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്നത്. എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 6 മണിക്കുള്ളിൽ ഒരു 7 മണിക്കുള്ളിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ 7:30-8 മണിയാകുമ്പോഴത്തേക്ക് ഇക്കയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് പോയി കഴിഞ്ഞ ഉടനെ തന്നെ പാത്രം ക്ലീൻ ചെയ്തതിനു ശേഷം ലഞ്ചിനുള്ളത് പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലഞ്ചും എല്ലാം തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ കിച്ചൺ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എനിക്ക് മറ്റുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. എനിക്ക് സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് സ്മൂത്തായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു അലസത എന്ന് പറയുന്നത് ജോലിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ പറയാം. പാത്രങ്ങൾ നമ്മളെല്ലാവരുടെക്കും ഏറ്റവും കൂടുതലായിട്ട് ഭാരം എന്ന് പറഞ്ഞു കാണുന്ന തുണി കഴുകൽ, കൂടാതെ തന്നെ നമ്മുടെ പാത്രം കഴുകൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ കഴിയുന്ന പാത്രങ്ങൾ കഴുകാതെ അത് കൂട്ടിയിട്ടിട്ട് ഒരുമിച്ചൊരു കഴുകലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ കൂടാതെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ എല്ലാവരും അലസത കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി കഴുകുന്ന കാര്യത്തിൽ. തുണി എല്ലാവരും ഒരുമിച്ചിട്ടിട്ട് 2 ദിവസം 3 ദിവസം ഒരുമിച്ച് അത് ഒറ്റൊരു കഴുകല. അങ്ങനെ കഴുകാതിരിക്കുക. ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ ഡെയിലി കഴുകാനായിട്ട് നോക്കുക. അത് മുഷിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതം തന്നെ മുഷിയുക എന്നുള്ളത് ചിന്തിക്കുക. കാരണം നമ്മൾ യൂസ് ചെയ്ത വിയർപ്പും എല്ലാം കടന്ന് മുറിയിൽ ഒരു വല്ലാത്തൊരു സ്മെല്ലായി മാറും.
മറ്റൊരാൾ വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സ്മെല്ല് അവർക്കറിയുന്നത്, പക്ഷെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ അതിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ലൈഫിൽ 2021 നിങ്ങൾക്ക് നല്ലൊരു കുടുംബം, അടുക്കള ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പറ്റുന്നത്, എനിക്ക് അടുക്കള ജോലി ഭാരമാണ്, എനിക്ക് ആരെങ്കിലും തായോ എന്ന് പറയേണ്ട ഒരു ആവശ്യം വരില്ല. ഒരു ദിവസം നിങ്ങൾക്ക് അടുക്കള ജോലി മുഷിയാതിരുന്ന് നിങ്ങൾക്ക് ജോലികൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത്, അന്നേരം ഉള്ള കാര്യങ്ങൾ ആ സമയങ്ങളിൽ ചെയ്യാനായിട്ട് നോക്കുക, പിന്നത്തേക്ക് അത് മാറ്റി വെക്കാതിരിക്കുക. ജീവിതം ഒരു ഭാരമാക്കി ഒരിക്കലും നിങ്ങൾക്ക് തോന്നാതിരിക്കട്ടെ. പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനും അടുക്കള ജീവിതം ഒരു പേടിയില്ലാതാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. എല്ലാവരും ചെയ്യേണ്ടത് രാത്രിയിൽ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിൽ കണക്ക് കൂട്ടി വെക്കുക. തീർച്ചയായിട്ടും അത് രാവിലെ അത് പ്രവർത്തിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വീട്ടമ്മമാരായ നിങ്ങൾക്കും ഇനി വീട്ടമ്മമാരാവാൻ പോകുന്നവർക്കും ഒക്കെ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്നിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിപ്പിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.